ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫാം വർക്കർ എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. 1/4ൻ്റെ വർഗ്ഗം എത്രയാണ്? അപ്പോൾ 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1 4 + 1 5/4 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? 5/4 സ്ക്വയർ വരും. അപ്പോൾ എത്ര? 5ൻ്റെ സ്ക്വയർ 25, 4ൻ്റെ സ്ക്വയർ 16, 25/16. 0.12 × 0.4 × 0.6 ഡിവൈഡ് ബൈ 0.3 × 0.2 × 0.4ൻ്റെ വില എത്രയാണ്? അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കും. ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ന്യൂമറേറ്ററിൽ 2, 3, 4 ഡെസിമൽ പ്ലേസും ഡിനോമിനേറ്ററിൽ 3 ഡെസിമൽ പ്ലേസുമാണ് ഉള്ളത്. അങ്ങനെ വരാൻ പാടില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് വേണം വരാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിലെ ഡെസിമൽ പ്ലേസ് പോകുന്നതായിരിക്കും. 12 × 4 × 6 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ്ട്രാ ഒരു 10 വരികയും ചെയ്യും. 3 × 2 × 4 × 10 വരും. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 3 × 2 6 പോയി. 12 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടാവും? 36.75 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ 7 35, 17 എന്ന് പറയുമ്പം 7 14, 35 വീണ്ടും വരും. 14 3 17, അപ്പം 35 വരുമ്പം എത്ര? 5 വരും. അപ്പോൾ 5.25 കിലോഗ്രാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. 5.25 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? അപ്പോൾ 12, 15, 18 വെച്ച് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. ഏതാ? 12, 15, 18 ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. അപ്പോൾ 2 വെച്ചിട്ട് 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 4 12, 3 5 15, 3 6 18. അപ്പോൾ 2 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 2 4, 5 അതുപോലെ തന്നെ വരും. 3 6. അപ്പോൾ 3 15, 15 2 30, 30 2 60, 60 3 180. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. HLKM EI ഏതാ വരുന്നേ? HLKM EI HJ DGNP എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എഴുതാം. എച്ചും ഇയും തമ്മിലുള്ള കണക്ഷൻ നോക്കുക. അപ്പം H -2 ആണ് E അല്ലേ? EFGH. അപ്പം Hൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് E വരുന്നത്. അപ്പോൾ Lൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ I വരും ഇല്ലേ? Lൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ I വരും. അപ്പോൾ ഇവിടെ -2 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ Dയിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ഏത് വരും? A വരും. ABCD. അപ്പം ഈ Dയിൽ നിന്ന് 2 എണ്ണം പുറകിലേക്ക് പോകുമ്പോൾ A വരും. അപ്പോൾ A ഉള്ള 2 ഓപ്ഷനുണ്ട്. അതിൽ രണ്ടിലും ആദ്യത്തെ AD തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ Nൽ നിന്ന് 2 പുറകോട്ട് പോകണം. അപ്പോൾ ഒന്ന് KLM, K കഴിഞ്ഞിട്ട് LM. Lൻ്റെ നിന്ന് 2 കുറയുമ്പോഴാണ് Nന് നിന്ന് 2 കുറയുമ്പോൾ ഏത് വരും? K ആണ് വരുന്നത്. അപ്പോൾ ADKM വരും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വേണമെങ്കിലും ചിന്തിക്കാം. ഈയുടെ കൂടെ 2 കുറയുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവും മൈനസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചാലോചിച്ചാൽ മതി. E+2 ആണ് H അല്ലേ? ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഈയുടെ കൂടെ 2 കൂട്ടുമ്പോൾ H വരും. FGH. അങ്ങനെ വരുമ്പോൾ Aയുടെ കൂടെ 2 കൂട്ടുമ്പോൾ D വരും. BCD. അതാണ് കുറച്ചുകൂടെ എളുപ്പം മൈനസിനേക്കാൾ. ഇപ്പോൾ D കഴിഞ്ഞിട്ട് എന്താ? EF ഇല്ല G. K കഴിഞ്ഞിട്ട് എന്താ? LM ഇല്ല N. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2, 3, 5, 7, 11. അടുത്ത ഏതാ വരുന്നത്? അടുത്ത പ്രൈം നമ്പർ 13. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4/9, 36/49, 16/25 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത ഏതാ? ഇത് 2ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 3ൻ്റെ സ്ക്വയർ. ഇത് 6ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 7ൻ്റെ സ്ക്വയർ. ഇത് എത്രയാണ്? 4ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 5ൻ്റെ സ്ക്വയർ. ഇത് വരുമോ? ഇത് ക്യൂബാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് കൂട്ടത്തിൽ പെടാത്ത ആൻസർ. ഓപ്ഷൻ ഡി.
അടുത്ത 4 + 8 = 20. 6 + 10 എത്രയാണ്? അപ്പോൾ 4 × 5 20. അപ്പോൾ 6 × 7 42. ഇനി അടുത്ത ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതുക. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 91ാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് വലുതാക്കിക്കാം. 2 - 5 × 6 - 6 × 5. ഇപ്പോൾ 6 - 6 എന്താണെന്ന് നമുക്കറിയാം, 0 എന്നറിയാം. അപ്പോൾ ഈ ടൈം അങ്ങ് കംപ്ലീറ്റ് പോയി. ഇനി 2 - 5 എത്രയാണ്? -3. 5 + 3 എത്രയാണ്? അല്ല, +3. -3 + 3 0. ഒന്നുകൂടെ പറയാം. ഇവിടെ 2 - 5 -3. 6 - 6 എന്തുവാ? 6 - 6 0 ആണ്. അപ്പം ആ ടൈം കംപ്ലീറ്റ് 0 ആയിപ്പോയി. +3. -3 + 3 0. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 വയസ്സാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട് 20 പേരുടെ ശരാശരി പ്രായം 35 വയസ്സാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 20 പേരുടെ ശരാശരി പ്രായം 35 വയസ്സ്. അപ്പം മൊത്തം പ്രായം എത്രയാണ്? 700 വയസ്സെന്ന് കിട്ടി. എന്നിട്ട് അതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള ഒരാൾ വന്നു. 25 വയസ്സുള്ള ഒരാൾ പോയി. അപ്പോൾ അതിൽ നിന്ന് 25 കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? പകരം എത്ര വന്നു? 45 വയസ്സുള്ള ഒരാൾ വരികയും ചെയ്തു. അപ്പം 25 കുറയ്ക്കുകയും 45 കൂട്ടുകയും ചെയ്യണം. അപ്പോൾ 45 - 25 എന്ന് പറയുമ്പം 20 വരും. അപ്പോൾ 720 ആണ് മൊത്തം അളവ്. മൊത്തം അധ്യാപകരുടെ പ്രായം ഇപ്പോൾ എത്രയായി? 720 ആയി. അതായത് 700-ൽ നിന്ന് 25 കുറയ്ക്കുക, 45 കൂട്ടുക. അപ്പോൾ വരുമ്പം എത്ര കിട്ടും? 45-ൽ നിന്ന് 25 കുറയ്ക്കുമ്പം 20-ഉം 25 45 20 എന്ന് വന്നു. അപ്പോൾ എത്ര വന്നു? 720 ആയി. മൊത്തം ഇപ്പോൾ എത്രയായി? 720 ആയി. എത്ര പേരുടേത്? 20 അധ്യാപകരുടെ ശരാശരി 720 ആയി. അപ്പം 20 അധ്യാപകരുടെ ശരാശരിയല്ല, 20 അധ്യാപകരുടെ ആകെ വയസ്സിൻ്റെ തുക 720 ആയി. അപ്പോൾ അതിൻ്റെ ശരാശരി എന്ത് ചെയ്താൽ മതി? 720/20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത 1/1 × 2. അപ്പോൾ എത്ര കിട്ടും? 1/1 × 2 + 1/2 × 3 + 1/3 × 4. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഇതിൻ്റെ 2, 6, 12. അപ്പോൾ LCM 12 വരും. 1/1/2 × 12. അപ്പോൾ എത്ര വരും? 1/2 × 12 എന്ന് പറയുമ്പം 6 വരും. അടുത്ത എത്ര വരും? 6 × 12 എന്ന് പറയുമ്പോൾ 2 വരും. അടുത്ത എത്ര വരും? 12. 1/12 × 12 എന്ന് പറയുമ്പോൾ 1 വരും. 6 2 8 1 9/12 എന്ന് പറയുമ്പം 9/12. 9/12 എന്ന് പറയുമ്പോൾ 3 വെച്ച് 3 9 3 4 12 3/4 എന്നാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 72 km/h മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 4 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 4.8 കിലോമീറ്ററാണ് 4 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? 450 രൂപയ്ക്ക് ഒരാൾ ആപ്പിൾ വാങ്ങി 450 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 423 രൂപയ്ക്ക് വിറ്റു. അപ്പം നഷ്ടം എത്രയാണ്? 450 - 423 ചെയ്യുക. അപ്പം നഷ്ടം വരുന്നത് 27 രൂപ അയാൾക്ക് നഷ്ടമായി. നഷ്ടശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100. നഷ്ടശതമാനം സമം നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100. അപ്പം നഷ്ടം എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 450 × 100. ഇത് ചെയ്യുക. ഇപ്പോൾ 0 0 ക്യാൻസലായിപ്പോയി. 10 വെച്ചിട്ട് 5 വെച്ചിട്ടാകുമ്പോൾ I 2 10 I 9 45 9 3 27. അപ്പോൾ 3 2 6% പുള്ളിക്ക് വന്ന നഷ്ടം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20 × 15 - 8 + 120 ഡിവൈഡ് ബൈ 4 - 5 × 5. ഇത് ബ്രോഡ് മാസ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. 20 × 15 - 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 7 15 7 വന്നു. പ്ലസ് 120 ഡിവൈഡഡ് ബൈ 4. 120 4 വെച്ച് ഹരിക്കുമ്പോൾ എത്രയാണ്? 4 3 12 30 എന്ന് വരും. അപ്പോൾ 30
മൈനസ് ഐ 5 25. ഇപ്പോൾ എത്ര വന്നു? 30 25 പോകുമ്പോൾ 5. 7 14 140 പ്ലസ് 5 145. അടുത്തത് 1 2 6 15 31. ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയോ, 1 സ്ക്വയർ പ്ലസ് 1 ആണ് 2 വന്നു. ഇനി അടുത്തത് 2 സ്ക്വയർ പ്ലസ് 2 എത്ര വന്നു? 6 വന്നു ഇല്ലേ? അടുത്തത് 3 സ്ക്വയർ 3 9. ഒരു നിമിഷം. 1 സ്ക്വയർ പ്ലസ് സ്ക്വയർ വെച്ചിട്ട് കൂട്ടി വരുന്നതാണ്. അപ്പം എങ്ങനെ വരും? 90. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ 15 പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, 31 വന്നു. അപ്പോൾ 31 പ്ലസ് 5 സ്ക്വയർ വരും. അപ്പോൾ 1 പ്ലസ് 1 സ്ക്വയർ 2, 2 പ്ലസ് 2 സ്ക്വയർ 6. ഇതിൽ കാണിക്കാം, ഇവിടെ ശ്രദ്ധിച്ചു. 1 പ്ലസ് 1 സ്ക്വയർ 2, 2 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 2 6 ഇല്ലേ? 3 പ്ലസ് 3 സ്ക്വയർ അപ്പോൾ എത്രയാണ്? 9. 3 9 1 10. എത്രയായി? 2 പ്ലസ് 2 സ്ക്വയർ വന്നു. പിന്നെ എത്ര വന്നു? 6 പ്ലസ് 3 സ്ക്വയർ വന്നു. അടുത്ത് വന്നിരിക്കുന്നത് 6 പ്ലസ് 6 ഇവിടെ ശ്രദ്ധിച്ച്. 1 പ്ലസ് 1 സ്ക്വയർ 2, 2 പ്ലസ് 2 സ്ക്വയർ 6, 6 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 6 9 6 എത്രയാണ്? 15. പിന്നെ എത്ര വന്നു? 15 പ്ലസ് 4 സ്ക്വയർ 4 16 31. ഇനി അടുത്ത് 31 പ്ലസ് 5 സ്ക്വയർ. 31 പ്ലസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. 31 പ്ലസ് 5 സ്ക്വയറാണ് 56 വരും. ഒന്നും കൂടെ പറയാം. 1 പ്ലസ് 1 സ്ക്വയർ ഇവിടെ കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഇപ്പുറത്തേക്ക് നീക്കി എഴുതി കാണിച്ചു തരാം. 1 പ്ലസ് 1 സ്ക്വയർ എത്ര വന്നു? 1 പ്ലസ് 1 സ്ക്വയർ 2, 2 പ്ലസ് 2 സ്ക്വയർ 6, 6 പ്ലസ് 3 സ്ക്വയർ 6 പ്ലസ് 3 സ്ക്വയർ എത്ര വന്നു? 15. 15 പ്ലസ് 4 സ്ക്വയർ 31. 31 പ്ലസ് 5 സ്ക്വയർ 56. അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക. അങ്ങനെയാണ് വരുന്നത്. തന്നിരിക്കുന്ന ജസ്റ്റ് മുമ്പത്തെ നമ്പറിൽ പ്ലസ് സ്ക്വയർ ചെയ്ത് വരുന്നതാണ്. 1 പ്ലസ് 1 സ്ക്വയർ 2, 2 പ്ലസ് 2 സ്ക്വയർ 6, 6 പ്ലസ് 3 സ്ക്വയർ 15, 15 പ്ലസ് 4 സ്ക്വയർ 31, 31 പ്ലസ് 5 സ്ക്വയർ 56. അപ്പോൾ അടുത്തത് 2:7, 3:26, 4:65, 5:124. ഇത് നോക്കിക്കോ. 2 ക്യൂബ് 8 ആണ്. 8 മൈനസ് 1 7 അല്ലേ? ഇത് 2 ക്യൂബ് മൈനസ് 1. ഇതെത്രയാണ്? 3 ക്യൂബ് മൈനസ് 1 26. അടുത്തത് 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64 64 മൈനസ് 1 63 ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഇവർ തന്നിരിക്കുന്നത് 65 ആണ്. അപ്പോൾ ആൻസർ ഏതാ? ഒറ്റയാനെ കണ്ടെത്തുക. 65 ആണ്. അല്ല, ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അവിടെ വരേണ്ടത് എത്രയായിരുന്നു അവിടെ വരേണ്ടത്? 63 ആയിരുന്നു വരേണ്ടത്. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുമ്പിൽ നിന്നും 11-മതും ലത പിറകിൽ നിന്ന് 21-മതുമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഓപ്ഷൻ ബി. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പുവിന് ഇതിപ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. 28 ഉണ്ട്, 32 ഉണ്ട്, 35 ഉണ്ട്, 36 ഉണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 28 32 35 36. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ ഏതാ വരും? നമുക്ക് ആദ്യം
28 8 മടങ്ങായിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം 32 എടുക്കുക. അപ്പുവിൻ്റെ വയസ്സ് എക്സ്, 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ അമ്മയുടെ വയസ്സ് 32. അപ്പോൾ അപ്പുവിന് 4 വയസ്സ്, അമ്മയ്ക്ക് 32 വയസ്സ്. അപ്പുവിന് 4 വയസ്സ്, അമ്മയ്ക്ക് 32 വയസ്സ്. ശ്രദ്ധിച്ചോളൂ, അപ്പുവിന് 4 വയസ്സ്, അമ്മയ്ക്ക് 32 വയസ്സായിട്ട് നമ്മൾ എടുത്തു. അങ്ങനെ വരുമ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഓക്കെ, അപ്പുവിൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങ്. അപ്പോൾ 8 × 4 32. അത് കറക്റ്റായി. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ്. 3 വർഷം കഴിയുമ്പോൾ ഈ ചെറുക്കിന് എത്ര വയസ്സാവും? 7 വയസ്സാവും. അമ്മയ്ക്ക് എത്ര വയസ്സാവും? 35 വയസ്സാവും. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാകത്തില്ലേ? അപ്പോൾ 5 7 35. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ അമ്മയുടെ പ്രായം എത്രയാണ്? 32 വയസ്സ്. ഇപ്പോഴത്തെ അമ്മയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 32 വയസ്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.